എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീദേവി ഭട്ടതിരി. എനിക്ക് ഈ രംഗത്ത് വലിയ പരിചയമൊന്നുമില്ല. തെറ്റുകളുണ്ടെങ്കിൽ പണ്ഡിതർ ക്ഷമിച്ച് തിരുത്തിത്തരണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ജരി 3-ാം ഭാഗത്തിലെ ഒരു സന്ധ്യാപ്രണാമം എന്ന കവിതയിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. ശ്രീ വള്ളത്തോളിനെ കുറിച്ച് ഈ ഗ്രൂപ്പിൽ ഇതിനു മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ പരിമിതമായ അറിവ് വെച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. മലയാള കവിതയ്ക്ക് ആധുനികതയുടെ മുഖം നൽകിയ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ വൈവിധ്യമാർന്ന വിഷയങ്ങൾ ലളിതകോമള പദാവലികളാൽ അവതരിപ്പിച്ച് മലയാള കവിതയിൽ ഒരു കാവ്യവസന്തം തന്നെ സൃഷ്ടിച്ചു. ദേശബോധം വളർത്തുന്ന ഒട്ടേറെ കവിതകളാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചാലകശക്തിയായി. ഇതിനെല്ലാം ഉപരി കേരള കലാമണ്ഡലം എന്ന മഹത്തായ സ്ഥാപനത്തിലൂടെ കേരളത്തിൻ്റെ സാംസ്കാരിക ഗരിമ വാനോളം ഉയർത്തിയ മഹാൻ. ഈ നിലകളിലെല്ലാം നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ മഹാകവി വള്ളത്തോൾ വഹിച്ച പങ്ക് ആദരവോടെ സ്മരിക്കുന്നു. 1878 ഒക്ടോബർ 16 തിരുവൂരിന് സമീപം ചേന്നര ഗ്രാമത്തിൽ വള്ളത്തോൾ കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയുടെയും ദാമോദരൻ ഇളയതിൻ്റെയും മകനായി ജനിച്ച അദ്ദേഹം 1958 മാർച്ച് 13 അന്തരിച്ചു. 1905 തുടങ്ങി 1907 പൂർത്തിയാക്കിയ വാൽമീകി രാമായണം പരിഭാഷ അദ്ദേഹത്തിന് കേരള വാൽമീകി എന്ന വിളിപ്പേര് സമ്മാനിച്ചു. ദേശീയതയ്ക്ക് ഊന്നൽ നൽകി ധാരാളം കൃതികൾ രചിച്ചതുകൊണ്ട് കേരള ടാഗോർ എന്ന പേരിലും അറിയപ്പെട്ടു. കൊച്ചി രാജാവ് സാർവഭൗമൻ എന്ന ബിരുദവും മദ്രാസ് ഗവൺമെൻറ് കേരളത്തിൻ്റെ ആസ്ഥാന കവി എന്ന സ്ഥാനവും നൽകി ആദരിച്ചു. കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് പത്മഭൂഷൺ ബഹുമതി നൽകി ആദരിച്ചു. സ്വന്തം കൃതികളാലും തർജ്ജമകളാലും ഭാഷാ സേവനത്തിനായി ആയുഷ്കാലം മുഴുവൻ പ്രയത്നിച്ച അദ്ദേഹത്തിൻ്റെ സാഹിത്യമഞ്ജരിയിലെ ഒരു ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത്. ശ്ലോകം ഇതാണ്: എങ്ങോജസ്സു തെളിഞ്ഞ വിഗ്രഹമിരി പാവപ്പെടും മാടമൊന്നെങ്ങോ, ഹാ വിധി വല്ല ചേർക്കുഴിയിലും പൂഴ്ത്തുന്നു രത്നങ്ങളെ. ഇങ്ങോട്ടാസ്ഥയോടെത്തി നോക്കിടുവതുണ്ടന്തിസമീരസ്ഫുരൽ തെങ്ങോലപ്പഴുതിങ്കലൂടെ മറയാൻ പോകുന്ന മാർത്താണ്ഡനും. ഈ ശ്ലോകം വിശകലനം ചെയ്യുന്നതിന് മുമ്പ് അതിന് തൊട്ടു മുന്നേയുള്ള ഒരു ശ്ലോകത്തിൻ്റെ വിശകലനം കൂടി ആവശ്യമുണ്ട്. എങ്കിലേ ഇതിന് അർത്ഥപൂർത്തി കൈവരൂ. അതിൻ്റെ വിശകലനം മാത്രം ചെയ്യാം. ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്ന സ്ത്രീയുടെ സൗന്ദര്യാതിരേകത്തെ അനുവാചകരിലേക്ക് എത്തിക്കാൻ കവി ധാരാളം ഉപമകൾ നിരത്തുന്നുണ്ട്. കൂട്ടിയിട്ടിരിക്കുന്ന പാൽക്കരിക്കിടയിലെ തീക്കട്ട, പായൽ നിറഞ്ഞ് ചളിക്കുളത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവ്, കാർമേഘത്താൽ ചുറ്റപ്പെട്ടു കിടക്കുന്ന ചന്ദ്രക്കല എന്നീ ഉപമകളിലൂടെ അവളുടെ സൗന്ദര്യം എത്രയേറെയാണെന്നും ഒപ്പം അവളുടെ ജീവിതാവസ്ഥ എത്ര ദയനീയമാണെന്നും ഒരേ സമയം അനുവാചകരിൽ എത്തിക്കുകയാണ് കവി ചെയ്യുന്നത്. നമ്മളിവിടെ വിശകലനം ചെയ്യുന്ന എങ്ങോജസ്സു തെളിഞ്ഞ വിഗ്രഹമിതി പാവപ്പെടും മാടമൊന്നെങ്ങോ എന്ന് പറയുന്നിടത്ത് തെളിഞ്ഞു പ്രകാശിക്കുന്ന വിഗ്രഹത്തിനടുത്ത് കാണപ്പെടുന്ന ഒരു ദരിദ്രൻ്റെ മാടത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. രണ്ടും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. അതുപോലെ അവളുടെ ജീവിതാവസ്ഥയ്ക്കും രൂപഭംഗിക്കും തമ്മിൽ വളരെ അന്തരമുണ്ട്. അതിനാൽ വിധി രത്നങ്ങളെ വല്ല ചേർക്കുഴിയിലും പൂഴ്ത്തിവെക്കുകയാണെന്ന് കവി പറയുന്നു. ഇവിടെ ഹ എന്ന പദം വിധി വൈപരീത്യത്തെ സൂചിപ്പിക്കുന്നു. ഇങ്ങോട്ടാസ്ഥയോടെത്തി നോക്കിടുവതുണ്ടന്തിസമീരസ്ഫുരൽ തെങ്ങോലപ്പഴുതിങ്കലൂടെ മറയാൻ പോകുന്ന മാർത്താണ്ഡനും. ഇവിടെ ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി കാറ്റിലിളകുന്ന തെങ്ങോലയുടെ പഴുതിലൂടെ അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ പോലും അവളെ എത്തി നോക്കുന്നു എന്നാണ് കവി പറയുന്നത്.
അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ എന്നതിലൂടെ മരണമടുത്ത ഒരാൾ എന്ന് വ്യഞ്ചിക്കുന്നു. വൃദ്ധരായ, മരണമടുത്തെത്തി ജീവിതാസക്തികളിൽ നിന്ന് വിരക്തരായ ആളുകൾക്ക് പോലും ആസക്തി ഉണ്ടാക്കുന്നതാണ് അവളുടെ സൗന്ദര്യം എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇതിലേറെ സമർത്ഥമായി സ്ത്രീയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ പ്രയാസം. കവിയുടെ വർണ്ണനാപാടവം ഇവിടെ തെളിഞ്ഞു കാണാം. ഇവിടെ മരണാസന്നമായ വാർദ്ധക്യാവസ്ഥയിലും മനുഷ്യർക്കുണ്ടാവുന്ന ജീവിതാസക്തി എത്രമാത്രമെന്ന് കവി പറയാതെ പറയുന്നു. വെറും സ്ത്രീ വർണ്ണന എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ജീവിത തത്വവും കൂടിയാണ് ഈ വരികളിൽ തെളിയുന്നത്. ഈ ശ്ലോക വിശകലനത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ ആർക്കും ചേർക്കാവുന്നതാണ്. ഇത് എൻ്റെ ഒരു എളിയ ശ്രമം മാത്രം. ശ്ലോകം ഒരു വട്ടം കൂടി ചൊല്ലാം. എങ്ങോജസ്സു തെളിഞ്ഞ വിഗ്രഹമിരി പാവപ്പെടും മാടമൊന്നെങ്ങോ, ഹാ വിധി വല്ല ചേർക്കുഴിയിലും പൂട്ടുന്നു രത്നങ്ങളെ. ഇങ്ങോട്ടാസ്ഥയോടെത്തി നോക്കിടുവതുണ്ടന്തിസമീരസ്ഫുരത്തെങ്ങോലപ്പഴുതിങ്കലൂടെ മറയാൻ പോകുന്ന മാർത്താണ്ഡനും. നന്ദി, നമസ്കാരം.